നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി കേരള BJPയിൽ ഒരു സമൂലമായ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന BJP പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ ഏറി വരികയാണ് എന്നത് നിസ്സംശയം പറയാം. പാലക്കാട് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി വന്ന സമയം മുതൽ വലിയ തോതിലുള്ള അമർഷം പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അത് പാർട്ടിയുടെ പല മുതിർന്ന നേതാക്കളും, ശിവരാജൻ അടക്കമുള്ള പാലക്കാടിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയാവുന്ന ശിവരാജൻ അടക്കമുള്ള നേതാക്കൾ ഇതിനെക്കുറിച്ച് അന്ന് തന്നെ പറഞ്ഞിരുന്നു. കാരണം നിഷ്പക്ഷമായി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന, എല്ലാ തലത്തിൽ നിന്നും വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ വേണം അവിടെ മത്സരാർത്ഥിയായി വരാൻ. കൃഷ്ണകുമാർ പലതവണ പാലക്കാട് നിന്ന് മത്സരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ മുഖം പാലക്കാടേക്ക് വരണമെന്ന് ശിവരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ഒരു ഒറ്റപ്പെട്ട ഒരു തീരുമാനമെന്ന നിലയിലാണ് കൃഷ്ണകുമാർ വീണ്ടും അവിടേക്ക് മത്സരാർത്ഥിയായി എത്തിയത് എന്ന് അപ്പോൾ തന്നെ വലിയ തോതിലുള്ള വിമർശനമുണ്ടായിരുന്നു. അങ്ങനെ ആ വിമർശനം നിലനിൽക്കെ തന്നെയാണ് മത്സരം മുന്നോട്ട് പോയത്. അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ്, ജനകീയ മുഖമുള്ള, ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വന്നാൽ അവിടെ കൂടുതൽ വോട്ടുകൾ BJPയിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നും കുറച്ചുകൂടി വോട്ടുകൾ സമാഹരിക്കുവാനും BJPക്ക് വലിയ തോതിൽ നേട്ടം കൈവരിക്കാനും കഴിയും എന്നുള്ള ഒരു വാദഗതിയുമായി അന്ന് മുതിർന്ന നേതാക്കൾ വന്നിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും കെ സുരേന്ദ്രൻ കൃഷ്ണകുമാർ മതി എന്നുള്ള ഒരു ഏകപക്ഷീയമായ ഒരു നിലപാടെടുത്തതാണ് അവിടെ കനത്ത രീതിയിലുള്ള ഒരു പരാജയം BJPക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ള ചിന്താഗതി ഇപ്പോഴും പല മുതിർന്ന നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു അഴിച്ചുപണി, സംസ്ഥാന നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ വളരെ കൂടുതലാണ്. ആ കാര്യത്തിൽ ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം, പാലക്കാടെ ദയനീയമായ പരാജയത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം താൻ ഏൽക്കുന്നുവെന്നും ഈ സമ്മർദ്ദത്തിന് മുകളിലാണ് കെ സുരേന്ദ്രൻ അവസാനം പറയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ അവസാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലാവധി അതിനു മുൻപ് തന്നെ മാറ്റുമോ എന്നുള്ള ഒരു തരത്തിലുള്ള പ്രതീതിയാണ് ഇപ്പോൾ BJPയിൽ ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും BJPയിലേക്ക് പുതിയ നേതൃസ്ഥാനത്തേക്ക് എത്തുക? അതിൽ ആദ്യം മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റും കേരളത്തിൽ BJPയുടെ ജനകീയ മുഖവുമായ ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒരു കാരണവശാലും BJPയുടെ നേതൃസ്ഥാനത്തേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, അതായത് കെ സുരേന്ദ്രൻ അനുകൂലികളായ ഒരുപാട് പേർ, സുരേന്ദ്രൻ അച്യുതണ്ട് നയിക്കുന്ന ഒരുപാട് അനുകൂലികൾ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ അത്തരം ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്താൽ BJPക്ക് ഏറ്റവും ശക്തമായി, ഏറ്റവും അനുകൂലമായി ഉയർത്തിക്കാട്ടാവുന്ന ഒരു പേര് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെത്. ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ അവരുടെ ആ വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഉണ്ടാകുന്ന ഗണ്യമായ ഒരു വർധനവ് തന്നെയാണ് അവർ ജനകീയ മുഖമുള്ള ഒരു നേതാവാണ് എന്നുള്ളതിന് അടിവരയിടുന്നത്. മാത്രവുമല്ല, കേരളത്തിൽ ഇന്നോളം ഒരു പാർട്ടിയും ഒരു വനിതാ പ്രസിഡന്റിനെ വനിതാ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം കൂടി BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതുവഴി കഴിയുമെന്ന് അവകാശപ്പെടുന്ന നേതാക്കൾ നിരവധിയാണ്. പക്ഷേ അപ്പോഴൊക്കെയും ഒരു വനിതാ ശോഭാ സുരേന്ദ്രൻ്റെ പല പ്രവർത്തനങ്ങളും ജനവിരുദ്ധമാണ് എന്നും BJPയുടെ നേതൃത്വത്തിനെതിരെയുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്നും വാദിക്കുന്ന ഒരു പക്ഷം ഇപ്പോഴും BJPയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ BJPയിലേക്ക് ശോഭാ സുരേന്ദ്രനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. അതിന് അച്യുതണ്ട് മെയിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് സുരേന്ദ്രൻ, V മുരളീധരൻ അവർ തന്നെ ആ ഒരു നേതൃനിര തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അവിടെ V മുരളീധരനെ വീണ്ടും ഒരു സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോൾ ആ അച്യുതണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക്, കാരണം ഒരു രണ്ട് കൂട്ടർക്കും, രണ്ട് വിഭാഗങ്ങൾക്കും സ്വീകാര്യൻ എന്ന നിലയിൽ മുരളീധരനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ MD രമേശനോ കൃഷ്ണദാസോ പോലെയുള്ള നേതാക്കളെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ചിന്താഗതികൾ മുന്നോട്ട് പോകുമ്പോൾ ആരാകും സുരേന്ദ്രന് പിൻഗാമിയായി BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുക എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പോഴും സ്വീകാര്യമായ ഒരു പേര് എന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് പലപ്പോഴും പലരും ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ നേതൃത്വം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ള ധാരണ വച്ചു പുലർത്തുന്ന BJP നേതാക്കളാണ് കൂടുതലും.